ശാസ്താംപൂവം ഗോത്രവർഗ ഉന്നതിയിൽ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി സംഘം സന്ദർശനം നടത്തിയത്. ഓൺലൈൻ വഴി 50,90,000 രൂപ തട്ടിയെടുത്ത കേസിൽ യുവതിയെ അറസ്റ്റ് ചെയ്തു. ഹരിയാന ഫരീദാബാദ് സ്വദേശി ലക്ഷ്മിയെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നഗരസഭയിലും പഞ്ചായത്തിലും സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് നിലപാട് മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശാസ്താംപൂവം ഗോത്രവർഗ ഉന്നതിയിൽ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ, മുരുകേഷ് ചെറുനാലി എന്നിവർ അടങ്ങുന്ന സംഘമാണ് കൊടകര വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ ശാസ്താംപൂവം ആനപ്പന്തം ഗോത്രവർഗ ഉന്നതിയിൽ സന്ദർശനം നടത്തിയത്. ഗോത്രവർഗ ഉന്നതികളിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട സംഘം പൊതുവിതരണം, വനിതാ ശിശു വികസനം തുടങ്ങിയ വകുപ്പുകൾ നടത്തുന്ന പദ്ധതികളുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയും കമ്മീഷൻ സംഘം സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തി. തുടർന്ന് വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് LP സ്കൂൾ സന്ദർശിച്ച് ഉച്ചഭക്ഷണ പദ്ധതിയുടെ നിർവഹണം പരിശോധിച്ചു. സ്കൂളിലെ പ്രധാനാധ്യാപിക ഷൈനി ജോണിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ നടത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതായി സംഘം വിലയിരുത്തി. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന ശാസ്താംപൂവ എന്ന് പറയുന്ന ഉന്നതിയിൽ ഇന്ന് സന്ദർശനം നടത്തി. അവിടെ ഒരു പരാതികളും ഉണ്ടായില്ല. കഴിഞ്ഞ 3 ദിവസം നടത്തിയ എല്ലാ വിസിറ്റുകളിലും യാതൊരു പരാതികളിലും നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് റേഷൻ വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു എന്നറിഞ്ഞതിൽ ഉദ്യോഗസ്ഥരോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ശാസ്താംപൂവ വീടുകളിൽ സന്ദർശിക്കുകയുണ്ടായി ആ ഉന്നതിയിൽ. കൂടാതെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെയുള്ള അവൈലബിളായിട്ടുള്ള എല്ലാ ദേശവാസികളെയും വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തി. അവിടെയും എല്ലാം വളരെ സുഗമമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത്. ജില്ലാ സപ്ലൈ ഓഫീസർ ആശ TJ, ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രവീൺ, ജൂനിയർ സൂപ്രണ്ട് ലിനി, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ കുമാരൻ, തങ്കമണി, അരുൺ, ഷൈജി, ICDS കൊടകര CDPO സുധർമിണി, സൂപ്പർവൈസർ മീര, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ശശി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ LP പ്രദീപ്, നോൺമീൽ ഓഫീസർ മുഹമ്മദ് നിസാർ, AEO നിഷ, ചാലക്കുടി തഹസിൽദാർ ജേക്കബ് KA, ഡെപ്യൂട്ടി തഹസിൽദാർ ആന്റണി PV, റിജേഷ് MA, വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. RTO ചെല്ലാൻ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് 9,90,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ അറസ്റ്റ് ചെയ്തു. ഹരിയാന ഫരീദാബാദ് സ്വദേശി ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മേത്തല കോട്ടപ്പുറം സ്വദേശി കരിയപറമ്പിൽ വീട്ടിൽ തോമസ് ലാലന്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തോമസ് ലാലന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 9,90,000 രൂപ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് ഹരിയാന ഫരീദാബാദ് സ്വദേശി ലക്ഷ്മിയെ ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന് കൺസ്ട്രക്ഷൻ വർക്കാണ്. ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി പണം എടുക്കുന്നതിനായി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2025 സെപ്റ്റംബർ 29 3 തവണകളായി 9,90,000 രൂപ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി അറിഞ്ഞത്. തുടർന്ന് പരാതിക്കാരൻ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പരാതിക്കാരൻ ഇരിഞ്ഞാലക്കുട കാട്ടിങ്ങച്ചിറയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഫോൺ പരിശോധിപ്പിച്ചതിലാണ് ഫോൺ ഹാക്ക് ചെയ്താണ് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതെന്നും അറിഞ്ഞത്.
തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പ്രകാരം കേസെടുക്കുകയായിരുന്നു. അന്വേഷണ സംഘം ഹരിയാനയിൽ ചെന്ന് അന്വേഷണം നടത്തിയതിൽ പണം ക്രെഡിറ്റായ അക്കൗണ്ട് വ്യാജമായ വിലാസത്തിലെടുത്തതാണെന്ന് മനസ്സിലാക്കി ഹരിയാനയിൽ തങ്ങി ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് അന്വേഷണ സംഘം ബാങ്ക് അക്കൗണ്ട് ഉടമയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ സൈബർ പോലീസ് സ്റ്റേഷൻ GSI സുജിത്, CPO സച്ചിൻ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO അരുൺ BK, SI മനു, GSI തോമസ്, GASI അസ്മാബി, CPO ജിഷ ജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നഗരസഭയിലും പഞ്ചായത്തിലും സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് നിലപാട് മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു. കേരള കോൺഗ്രസ് മുക്ത ചാലക്കുടി എന്ന കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് UDF പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ അഡ്വക്കേറ്റ് സജി റാഫേൽ, സെന്റ് മേരീസ് പള്ളി വാർഡിൽ ഉഷ ജോൺ, അതിരപ്പിള്ളി പഞ്ചായത്ത് വാർഡ് 1 സെബാസ്റ്റ്യൻ നെടുങ്ങാട്ട് എന്നിവരെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചതായി സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ, വൈസ് ചെയർമാൻ MP പോളി, ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരിത്തിങ്കൽ, ജില്ലാ പ്രസിഡന്റ് CB കുര്യാക്കോസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി, ജില്ലാ സെക്രട്ടറി സേതുമാധവൻ പറയംവളപ്പിൽ, അഡ്വക്കേറ്റ് സജി റാഫേൽ, അഡ്വക്കേറ്റ് മനോജ് കുന്നേൽ, അഡ്വക്കേറ്റ് ജോഷി പുതുശ്ശേരി, KR കിരൺ എന്നിവർ ചാലക്കുടിയിൽ നടന്ന അടിയന്തര യോഗത്തിൽ അറിയിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. യുവതലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെക്കുറിച്ച് അറിയാനും ജൈവ കൃഷി രീതിയിലൂടെ മികച്ച വിളവ് ജനങ്ങൾക്ക് സമ്മാനിച്ച ജൈവ കർഷകനായ കരീം K പുറത്തെ പരിചയപ്പെടാനും പുത്തഞ്ചിറ GVHSSലെ SPC കേഡറ്റുകൾ കരീമിന്റെ വയലിലെത്തി ജൈവ കൃഷിയുടെ ആവശ്യകതയെപ്പറ്റിയും കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും കർഷകനായ VK ശ്യാമളൻ കേഡറ്റുകൾക്ക് പരിശീലനം നൽകി. വയലിൽ ഇറങ്ങിയ കുട്ടികൾ കളകൾ പറിച്ച് കർഷകരെ സഹായിച്ചു. പ്രധാന അധ്യാപിക മറിയം, ഉപേന്ദ്രൻ, റോസ്മേരി, ഷറഫുദ്ദീൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് ICSE സെൻട്രൽ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ശാസ്ത്രഗണിത എക്സിബിഷൻ എജു എക്സ്പോ 2025 സംഘടിപ്പിച്ചു. ഡോക്ടർ C ലിജോ CMC ഉദ്ഘാടനം ചെയ്തു. എക്സിബിഷന്റെ ഭാഗമായി മത്സരാർത്ഥികളുടെ വിഷയാധിഷ്ഠിതമായ വിവിധ മാതൃകകളുടെ പ്രദർശനം, ശാസ്ത്ര പരീക്ഷണങ്ങൾ എന്നിവ നടന്നു. വെള്ളം ചോദിച്ചെത്തി വൃദ്ധയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞയാൾ പിടിയിൽ. കിടങ്ങൂർ ഗാന്ധികവലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പയ്യപ്പിള്ളി വീട്ടിൽ മനുവിനെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിയനം ഹൈസ്കൂളിന് സമീപമുള്ള വൃദ്ധയുടെ 1.5 പവൻ തൂക്കമുള്ള മാലയാണ് പൊട്ടിച്ചത്. ഈ മാസം 10 ഉച്ചയ്ക്ക് 1 മണിക്ക് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ വന്ന് വീടിന്റെ മുറ്റത്തെത്തി വെള്ളം ചോദിക്കുകയും വെള്ളമെടുക്കാൻ തിരിഞ്ഞ സമയം കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയുമായിരുന്നു. ആലുവ DYSP PTR രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പൊട്ടിച്ച മാല വിൽപ്പന നടത്തിയ കാലടിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തു. വിറ്റ് കിട്ടിയ പണം പ്രതി ആർഭാട ജീവിതം നയിക്കുന്നതിനായി ഉപയോഗിക്കുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ അങ്കമാലി ഇൻസ്പെക്ടർ രമേശ് A, SIമാരായ പ്രദീപ് കുമാർ K, അസരീഫ് ഷെഫീഖ്, അജിത് കുമാർ, CPOമാരായ അജിത തിലകൻ, രഞ്ജിത്ത് സോളമൻ, അജ്മൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. നൂറുകണക്കിന് യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി ബന്ധുനിയമനം നടത്തി കൊടുങ്ങല്ലൂരിലെ യുവജനങ്ങളെ മുട്ടിലിഴയിച്ച കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്തപുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടിയിൽ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അംജിത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻ കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ്,
ജില്ലാ സെക്രട്ടറിമാരായ ശ്രീരാജ്, ഷൈബിൻ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താംവിടം, സനീഷ് സെബാസ്റ്റ്യൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാഹുൽ രാജ്, രാഹുൽ തെക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. ഭിക്ഷയെടുത്ത പൈസ മുനിസിപ്പാലിറ്റിയിൽ സമർപ്പിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. സ്കൂളിൽ നടന്ന ക്യാമ്പ് SSM TTI പ്രിൻസിപ്പൽ VK അസ്മാബി ഉദ്ഘാടനം ചെയ്തു. PTA നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TB സമീന പദ്ധതി വിശദീകരണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഫസീല, PTA വൈസ് പ്രസിഡന്റ് മനാഫ്, എക്സിക്യൂട്ടീവ് അംഗം വഹാബ്, NSS ലീഡർ റിസാന എന്നിവർ സംസാരിച്ചു. വോളണ്ടിയർമാർ ഉൾപ്പെടെ 100ഓളം പേര് രക്തദാനത്തിന് പങ്കെടുത്തു. എടവിലങ്ങ് പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 16 വാർഡുകളിൽ 1-ാം വാർഡ് ഒഴികെയുള്ള ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MA ഹരിദാസ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത അമ്പാടി എന്നിവരുൾപ്പെടെ 15 സ്ഥാനാർത്ഥികളെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PS അനിൽകുമാർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, ജില്ലാ കമ്മിറ്റി അംഗം പോണത്ത് ബാബു, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ചെത്തിപ്പാടത്ത്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബിബിൻ, ശിവദാസൻ, ശാന്തി എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന KK ഷാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. എറിയാട് മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ചേർന്ന ചടങ്ങിൽ MP ബെന്നി ബെഹന്നാനിൽ നിന്നുമാണ് അംഗത്വം സ്വീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന KK ഷാജി പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കവെയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. കോൺഗ്രസിന്റെ നിലപാടുകളിലുള്ള സത്യസന്ധമായ ഉറപ്പുകളും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഷാജിയെ പോലെയുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബെന്നി ബെഹന്നാൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ജനാധിപത്യ രീതികളിലും സാമൂഹിക നീതി മുൻനിർത്തിയുമുള്ള പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും ദേശീയ പാരമ്പര്യമുള്ള കോൺഗ്രസിൽ അംഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും KK ഷാജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാസ്താംപൂവം ഗോത്രവർഗ ഉന്നതിയിൽ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി സംഘം സന്ദർശനം നടത്തിയത്. ഓൺലൈൻ വഴി 50,90,000 രൂപ തട്ടിയെടുത്ത കേസിൽ യുവതിയെ അറസ്റ്റ് ചെയ്തു. ഹരിയാന ഫരീദാബാദ് സ്വദേശി ലക്ഷ്മിയെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നഗരസഭയിലും പഞ്ചായത്തിലും സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് നിലപാട് മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.